752 കോടി രൂപ ചിലവഴിച്ച് നിർമ്മിച്ച ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. 65.5 കോടി രൂപയിൽ നിർമ്മിച്ച പടഹാരം പാലം, കാവാലം തട്ടാശ്ശേരി പാലത്തിന്റെ നിർമ്മാണം എന്നിവയുടെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. 2027 മേയിൽ കുട്ടനാട് സമഗ്ര കുടിവെള്ള പദ്ധതിയിൽ പൂർണ്ണമായും കമ്മീഷൻ ചെയ്യുമെന്നും ജനങ്ങൾ ആഗ്രഹിക്കുന്ന വിധം കുട്ടനാടിന്റെ സമഗ്ര വികസനം സർക്കാർ യാഥാർത്ഥ്യമാക്കി വരികയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 752 കോടി രൂപ ചിലവഴിച്ച് നിർമ്മിച്ച ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് നാടിന് സമർപ്പിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ AC റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മങ്കൊമ്പ് ജംഗ്ഷനിലാണ് ഉദ്ഘാടന ചടങ്ങ് നടന്നത്. 2027 മേയിൽ കുട്ടനാട് സമഗ്ര കുടിവെള്ള പദ്ധതി പൂർണ്ണമായും കമ്മീഷൻ ചെയ്യുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. പ്രളയാനന്തരം സർക്കാർ പ്രഖ്യാപിച്ച കേരളത്തിലെ ഏറ്റവും വലിയ പദ്ധതികളിൽ ഒന്നാണ് AC റോഡ് വികസനം. 65.5 കോടി രൂപ ചിലവഴിച്ച് നിർമ്മിച്ച പടഹാരം പാലത്തിന്റെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. ഒരു 10 വർഷം മുൻപുള്ള കേരളത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് ഓർത്തു നോക്കിയാൽ പലർക്കും ആ കാലത്തെക്കുറിച്ച് ഓർമ്മ വരാനിടയുണ്ട്. അന്ന് നമ്മുടെ നാട്ടിൽ ഒന്നും നടക്കില്ല എന്നൊരു പൊതുവികാരമായിരുന്നു. ഇവിടെ നടക്കുകയില്ല എന്ന് കരുതിയ ഒട്ടേറെ പദ്ധതികൾ, എന്നാൽ അതൊക്കെ പഴയ ഓർമ്മയായി മാറിക്കഴിഞ്ഞു. ഇന്നവയെല്ലാം യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് കഴിയും. ഗതാഗത സൗകര്യത്തിൽ റോഡുകളിൽ വന്ന മാറ്റം, പാലത്തിൻ്റെ കാര്യം ഇവിടെ പറഞ്ഞു, ഫ്ലൈ ഓവറുകൾ, ഓവർബ്രിഡ്ജുകൾ, വിവിധ രീതിയിലുള്ള ഗതാഗത സൗകര്യങ്ങൾ വർദ്ധിച്ചിരിക്കുന്നു. ഇതെല്ലാം നാടിൻ്റെ വികസന കുതിപ്പിന് സഹായകമായിട്ടുള്ളതാണ്. മഴയൊന്ന് കനത്താൽ യാത്ര തടസ്സപ്പെടുന്ന കാലം മാറി പ്രളയത്തെ അതിജീവിക്കും വിധം AC റോഡ് പുനർനിർമ്മിക്കാനായെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇതിന്റെ പ്രയോജനം ആലപ്പുഴ കോട്ടയം ജില്ലക്കാർക്ക് മാത്രമല്ല, ഈ വഴി യാത്ര ചെയ്യുന്ന സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങൾക്കും ലഭിക്കും. 2027 മെയ് മാസത്തോടെ കുട്ടനാട് സമഗ്ര കുടിവെള്ള പദ്ധതിയും പൂർണ്ണമായും കമ്മീഷൻ ചെയ്യുന്നതോടെ പ്രദേശത്തെ കുടിവെള്ളക്ഷാമത്തിനും വലിയ പരിഹാരമാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ചടങ്ങിൽ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് അധ്യക്ഷനായി. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ 5 വർഷം കൊണ്ട് 100 പാലങ്ങളുടെ പ്രവൃത്തി പൂർത്തീകരിച്ച് നാടിനെ സമർപ്പിക്കണമെന്നാണ് ലക്ഷ്യം വെച്ചത്. എന്നാൽ ഇന്ന് 5 വർഷം ഈ ഗവൺമെന്റ് പൂർത്തീകരിക്കപ്പെടുമ്പോൾ പാലങ്ങളുടെ പദ്ധതിക്ക് പ്രത്യേക സംവിധാനങ്ങൾ ഏർപ്പെടുത്തി എല്ലാ നിലയിലുമുള്ള റിവ്യൂവും പരിശോധനയും തടസ്സങ്ങളും മാറ്റി ഇടപെട്ടതിന്റെ ഭാഗമാണ്, കൂട്ടായ ശ്രമങ്ങളുടെ ഭാഗമാണ് 5 വർഷം കൊണ്ട് 100 പാലം എന്നുള്ളത് 5 വർഷം കൊണ്ട് 200 പാലത്തിലേക്ക് കിടക്കാൻ വേണ്ടി കേരളം പോകുന്നു എന്നുള്ള സന്തോഷ വിവരം നിങ്ങളെ പ്രത്യേകം അറിയിക്കും. പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിൽ 1300ഓളം കോടി രൂപയുടെ പദ്ധതികളാണ് കേരളത്തിൽ ഒരു ദിവസം തന്നെ ഉദ്ഘാടനം ചെയ്യുന്നതെന്ന് മന്ത്രി പറഞ്ഞു. MLA മാരായ തോമസ് കെ തോമസ്, H സലാം, PP ചിത്തരഞ്ജൻ, U പ്രതിഭ, MS അരുൺകുമാർ, ജോബ് മൈക്കിൾ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മഹേന്ദ്രൻ, ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്, ADM ആശാ C എബ്രഹാം, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. CDNet ന്യൂസ്, ഹരിപ്പാട്.